ജാതി മത വർഗഭേദങ്ങൾക്കപ്പുറത്ത് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും മറ്റുള്ളവർ പറയുന്നത് ഒരു സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. ആ കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യരുടെ കഥ പറയുവാൻ ശ്രമിക്കുകയാണ് ഹൽക്കുൽത്താജിയും കുറേ നാട്ടുകാരും. ആ കഥകളിലൂടെ സഞ്ചരിച്ച് ഹൽക്കുൽത്താജിയെയും നാട്ടുകാരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലും. അല്ല ആചാരെ, നിങ്ങളോട് ഞാൻ എത്രയായി പറയുന്നു നിങ്ങളെ പെരയിൽ എന്തേ പണിയുണ്ട് എന്നെ വിളിക്കണം, എന്നിട്ട് വിളിച്ചില്ലാലോ. അതിന് മാത്രം പണിയുണ്ടടി അവിടെ? ഇത്രയും പണിക്കാരുള്ള നിങ്ങൾക്ക് ഒരാളോടി നിർത്താൻ അത്ര പാട്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് എന്നോട് പറയാട്ടോ. വലിയ ഉപകാരം ആചാരെ, 3-4 പള്ള കഴിയുന്ന കാര്യല്ലേ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ എന്താ ആചാരം നിങ്ങളിപ്പോ തീരെ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനൊക്കെ ആയാ മതിയോ? ഇതൊന്നും തീരെ ശരിയല്ല കേട്ടോ. നമ്മള് ലക്ഷം തിരക്കിലായി പോയതാണപ്പാ, അതുകൊണ്ടാ വരാൻ പറ്റാഞ്ഞത്. എന്ത് തിരക്കുണ്ടെങ്കിലും അള്ളാനെ വിട്ടിട്ടൊരു കളി വേണ്ട. പിന്നീട് വിവരം അറിയും. ഇതെല്ലാം കാണുന്ന ഒരാൾ മോളുണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ കാണാം. അയ്യോ ഇല്ലല്ല, നമ്മള് വരും, നമ്മൾ എന്തായാലും വരും. ഓ വരും. എന്നാ പിന്നെ നമ്മൾ ഇങ്ങട്ടെ. ഓർമ്മ വേണേ. ഓർമ്മയുണ്ടാവും. അമ്മദക്കാ, നിങ്ങക്ക് ഇപ്പൊ പഴയ ഉഷാറൊന്നും കാണുന്നില്ലല്ലോ. പണ്ടൊക്കെ നിങ്ങളെ കാണാൻ എന്ത് രസായിനു, നോക്കി നിന്നു പോയേനു. കൊറേ കാലായല്ലോ എന്റെ പഞ്ചാര വർത്താനം കേട്ടിട്ട്. എവിടെയെന്ന് എന്റെ ഓനെ ഇപ്പം തീരെ കാണുന്നില്ലല്ലോ. ഓൽക്ക് ഇപ്പൊ സുഖമില്ല, പണിക്കൊന്നും പോകാൻ പറ്റൂല. ഞാനൊരാള് പണിക്ക് പോയിട്ടാ കുടുംബം പോറ്റുന്നത്. നിങ്ങൾ അറിവിൽ എന്തേലും പണിയുണ്ടെ പറയാൻ മടിക്കല്ലേ അമ്മദക്കാ? തീർച്ചയായിട്ടും ഞാൻ പറയും. പിന്നെ പൈസ ഉണ്ടേല് ഒരു 200 റുപ്യ. തരാൻ മറക്കണ്ട കേട്ടോ. എന്നാ പിന്നെ പോട്ടെ. കിട്ടിയാ പെട്ടെന്ന് തന്നേക്കണം കേട്ടോ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓ എന്നാ പോയിക്കോ. ആചാരെ, എന്തൊക്കെയാ വിശേഷം? കൊറേ എല്ലാം കണ്ടിട്ട്. തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? തേങ്ങയ്ക്കൊക്കെ വില ഉള്ളതുകൊണ്ട് നല്ല പൈസ ആയിട്ടുണ്ടാവൂല്ലേ? അടക്കൊക്കെ നല്ല വില ഉണ്ടല്ലോ ഇപ്പൊ. എന്തിനാണ് ചെട്ടിയാരെ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കണ്ണ് ഇടുന്നത്? ഞങ്ങള് പാവങ്ങളെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടപ്പാ. നല്ല പാവങ്ങളാ, ദൈവം കേക്കണ്ട. അല്ല ഇപ്പം പണ്ടത്തെ പോലെ പറമ്പ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്ന പരിപാടി ഒന്നും ഇല്ലേ? നിങ്ങളെ പൊട്ടിക്കണ്ണുണ്ട് ഇപ്പം പറമ്പിനൊക്കെ വളരെ വില കുറവാ. അത് ശരി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. പോയിക്കോളി. ഓ അല്ല ആചാരെ, ഇപ്രാവശ്യം ഹജ്ജിന് പോയിട്ട് ഞമ്മക്കൊന്നും കൊണ്ടുതന്നില്ലല്ലോ. എനക്ക് എന്തായാലും വേണ്ടത്? ആടെ തങ്കത്തിനൊക്കെ വലിയ വിലക്കുറവുണ്ടെന്നാ കേട്ടത്. നിങ്ങൾക്ക് എനിക്കൊരു തങ്ക മോതിരം കൊണ്ട് തന്നോ? ഇനി ആള് തിരക്കില്ലല്ലോ, എന്റെ കെട്ടി നിറഞ്ഞ പ്രശ്നമാവൂലേ? അതില്ലാത്തതും കണക്കാ. അതെയോ? എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ നോക്കാം. ആചാരെ മറക്കല്ലേ? ഇല്ല. ആചാരെ, അതെ, നിങ്ങളെ കാണുമ്പോ എന്താ ആൾക്കാര് അൽക്കുൽത്താജി എന്ന് വിളിക്കുന്നത്? നിങ്ങളൊരു പടച്ചോനപ്പെട്ട മനുഷ്യനല്ലേ? എടി, അത് ഓർക്ക് അസൂയയും കുശുമ്പും ഉണ്ടായിട്ടല്ലേ. നമ്മള് അധ്വാനിച്ചുണ്ടാക്കിയും പിന്നെ നമ്മളെ പൂർവികന്മാര് തന്നൊക്കെ നമ്മള് നല്ലോണം കൊണ്ടുവരുന്നു. വല്ലാത്ത മനുഷ്യര് തന്നെ.
വിളിച്ചാൽ നമുക്ക് പുല്ല. ഈ പറയുന്നവനൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളെ വീട്ടിലേക്ക് ഓടി വരുന്നത്. അല്ലേ ചെയ്യുന്നവരെ പടച്ചോൻ കൈവിട്ടില്ലടി. നിങ്ങളൊരു ധർമ്മിഷ്ഠനായതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് വലിയൊരു സഹായ. ആജിയാരെ ഞാൻ വരുന്നിട്ടോ. എന്തൊക്കെ നമുക്ക് വിശേഷങ്ങള്? സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. പാണ്ഡ്യയിലൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ അങ്ങനെ പോകുന്നു. മക്കളെല്ലാം കൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇപ്പൊ അതിന് കോപ്പറയ്ക്കൊക്കെ എന്ത് വിലയാണല്ലേ? അതാണ് അത് വിലയാണ് പോലെ. അല്ല ഇനി എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എന്റെ മോടത്തി പോവാണേ. കുട്ടോത്താണേ. കുട്ടോത്ത്. കുട്ടികളെ മക്കളെ കണ്ട് കുറച്ച് നാളായി. ശരി. ഒന്ന് അവരൊക്കെ ഒന്ന് കണ്ടു വരണോ, അതിനുവേണ്ടി പോവാണ്. നല്ല നേരം താമസിച്ചു പോയി. ഞാൻ പോയിക്കോട്ടെ. ശരി നോക്കാം. അല്ല അജിക്ക, നിങ്ങൾ ഇങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നടന്നിട്ട് നിങ്ങളെ തടി വല്ലതും നോക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പം വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ. അതെയോ? നിങ്ങൾക്ക് ഞാൻ പുറയിലുണ്ടാക്കുന്ന ഒരു ലേഹ്യം കൊണ്ടുത്തരാം. അത് കഴിച്ചാൽ നിങ്ങൾ ക്ഷീണമൊക്കെ കുറയും. അതിനൊക്കെ വലിയ പൈസയല്ലേ? പൈസ നിങ്ങൾ കാര്യമാക്കണ്ട. എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ എത്ര പ്രാവശ്യങ്ങളും എന്നെ സഹായിച്ചു. അത് നിങ്ങൾ തന്നിക്കില്ലേലും കുഴപ്പമില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ഞാൻ എന്റെ പുറകെ കൊണ്ട് തന്നാ മതി. ഞാൻ പോയിക്കോട്ടെ. രാസാത്തിയൊന്ന് കാണാതെ ആചാരെ എന്നാ ആചാരെ സൗഖ്യമാ? ഓഹി മാറേ അവിടുന്ന്. നിങ്ങൾക്ക് ഏതാ കാശ് വേണമാ? എങ്കിട്ട് സ്വന്ന പോതും. എന്നെ പോലത്തെ ബ്ലേഡിന്റെ അടുത്ത് പൈസ വാങ്ങിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. ഓടാ അവിടുന്ന്. ഈ ആചാർ എവിടുന്ന് വന്ന്? ആചാരെ. നമസ്കാരം ആചാര്യ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എനിക്ക് ആചാര്യോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. എന്റെ മോൻ പഠിപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആചാര്യ പാണ്ഡ്യാരെ കണക്കപ്പിള്ളയുടെ പണി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങള് വളരെ കഷ്ടത്തിലാണ് ആചാര്യ. ആന്നോ? നീ ഒരു കാര്യം ചെയ്, നാളെ രാത്രി ഓനോട് ഇന്ന് വന്ന് കാണാൻ പറ. തീർച്ചയായിട്ടും പറയും ആചാര്യ. നോക്കാം. തീർച്ചയായിട്ടും പറയും. എന്നാ പിന്നെ ഞാൻ പറയാം ആചാര്യ. എന്നാ ശരി. മറന്നുകൊണ്ടേ. അല്ല മതാജി, നിങ്ങളെ കണ്ടിട്ട് കൊറേ കാലായല്ലോ. നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ, എന്നല്ലേ കാണാത്തത്? ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂരിലൊക്കെ പോകും. അതുകൊണ്ടായിരിക്കും നമ്മൾ കാണാത്തത്. അത് ശരി. മോൻ പണിയെടുക്കുന്ന അവിടെയല്ലേ? അതെയോ? അടുത്ത ആഴ്ചയും എനിക്ക് പോവാൻ. എന്നാ പിന്നെ പോയിക്കോട്ടെ.